കോഴിക്കോട് പന്തീരങ്കാവിൽ വൻ മയക്കുമരുന്ന് വേട്ട 2 കിലോ MDMA-യുമായി രണ്ടുപേരാണ് പിടിയിലായത്. കോഴിക്കോട് അടിവാരം സ്വദേശി ഫാത്തിമ നസ്രീൻ, മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി PK ഷഫീഖ് എന്നിവരാണ് പിടിയിലായത്. വിപണിയിൽ 3 കോടിയോളം വില വരുന്ന നിരോധിത ലഹരിയാണ് പിടികൂടിയത്. കാറിന്റെ ബോണറ്റിൽ സൂക്ഷിച്ച നിലയിലാണ് MDMA കണ്ടെത്തിയത്. കോഴിക്കോട് നിന്നും അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ, ഒരുപക്ഷെ അടുത്തിടെ പിടികൂടിയ ഏറ്റവും വലിയ ലഹരിവേട്ട എന്ന് തന്നെ പറയേണ്ടി വരും. 3 കോടിയോളം വിപണി മൂല്യമുള്ള MDMA ആണ്. എങ്ങനെയാണ് ഇവർ രണ്ടുപേരും പിടിയിലായത്? ദിവ്യ, ഒരു ചെറിയ തിരുത്തുണ്ട്. 3.5 കിലോയോളം MDMA ആണ് പിടികൂടിയിട്ടുള്ളത്. 2 കിലോ എന്നായിരുന്നു നമുക്ക് പ്രാഥമികമായി ലഭിച്ചിരുന്ന വിവരം. പക്ഷേ 3 കിലോ 300 ഗ്രാം MDMA ആണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ 2 പേരാണ് പ്രതികളായിട്ടുള്ളത്. ഇദ്ദേഹവും അതുപോലെ തന്നെ ഈ വനിതയും, ഇങ്ങനെ 2 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. വിപണിയിൽ 3.5 കോടിയോളം രൂപ വില വരുന്നതാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ശരത് സാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, എന്തായിരുന്നു നിലവിലെ കോഴിക്കോട് എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ ഷിജിമോൻ സാറിന് ലഭിച്ച ഒരു രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ്, DC സ്ക്വാഡ്, കോഴിക്കോട് DC സ്ക്വാഡ്, ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് കോഴിക്കോട് സംയുക്തമായിട്ട് ഒരു പരിശോധന നടത്തുകയായിരുന്നു. ആ പരിശോധനയിലാണ് ഈ ബ്ലാക്ക് ക്രെറ്റ കാറിൽ നിന്ന് 2 പേരെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർ ബോണറ്റിൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ട് നിറച്ച രീതിയിൽ പല കവറുകളിലായിട്ട് MDMA ലഭിക്കുകയാണ്. അപ്പോൾ അത് തൂക്കി നോക്കിയതിൽ 3 കിലോ 312 ഗ്രാം MDMA ക്രിസ്റ്റൽ രൂപത്തിലും 56 ഗ്രാം വരുന്ന എക്സ്റ്റസി പില്ലുകൾ, MDMA കണ്ടന്റുള്ള എക്സ്റ്റസി പില്ലുകളുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും കച്ചവടോദ്ദേശത്തിൽ തന്നെ എത്തിച്ചതാണല്ലോ. ഇവർ ഇടനിലക്കാരാണോ, അതായത് ഇവരെ കണ്ണികളെ കുറിച്ചിട്ടൊക്കെ വിവരം കിട്ടിയിട്ടുണ്ടോ? അല്ല, തുടർന്നുള്ള അന്വേഷണങ്ങൾ ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ പ്രാഥമികമായിട്ട് ഡിറ്റക്ഷൻ്റെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ തുടർന്നുള്ള അന്വേഷണത്തിലാണ് അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ്. ആളുകൾ മുമ്പ് ഏതെങ്കിലും ഇതുപോലത്തെ കേസുകളിൽ മുമ്പ് പ്രതിയായിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ പിടിച്ചിരിക്കുന്ന ഷഫീഖ്, കൊണ്ടോട്ടി സ്വദേശിയായിട്ടുള്ള ഷഫീഖ് മുൻപും മലപ്പുറം ജില്ലയിൽ പല കേസുകളിൽ പെട്ടിട്ടുള്ള ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ പല ഒരു കേസുകളിൽ ഒളിവിലാണ്, അബ്സ്കോണ്ടിങ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ഒരു മയക്കുമരുന്ന് വേട്ടയാണ് അടുത്ത കാലത്ത് പിടികൂടിയ രാസലഹരിയിൽ ഏറ്റവും വലിയ കൗണ്ട് ഉള്ള ഒരിതാണ്. നമ്മൾ ഈ കാണുന്ന പോലെ പാക്കറ്റുകളാക്കി, ഇതൊക്കെ ഇവർ തന്നെ നിങ്ങൾ പാക്കാക്കിയത്? എന്തായാലും വലിയ തരത്തിൽ, അതായത് കാറിന്റെ ബോണറ്റിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇതുണ്ടായിരുന്നത്. 3.5 കിലോ, അതായത് 3 കിലോയും 300 ഗ്രാമും അടങ്ങുന്ന MDMA ആണ്. സാധാരണഗതിയിൽ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നത് ചെറിയ ഗ്രാമുകളായിരുന്നു MDMA ഒക്കെ പിടികൂടിയിരുന്നത്. പക്ഷേ ഇത് കിലോ കണക്കിന് എന്നത് ഞെട്ടിക്കുന്ന വിവരമാണ്. വലിയ തരത്തിലുള്ള, ഇപ്പോൾ ഷഫീഖിനെ കുറിച്ചിട്ട് നേരത്തെയും കേസ് ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ അബ്സ്കോണ്ടിങ് ആയിരുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള MDMA വേട്ടയാണ്. ഇനി ഇവരുടെ കണ്ണികളെ കുറിച്ചൊക്കെ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത് വിൽപ്പനക്കായാണ്, സ്വകാര്യ ഉപയോഗത്തിനല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എത്രത്തോളം കണ്ണികളുണ്ട്, ഇവർ എവിടെ നിന്നാണ് ഇത് സംഘടിപ്പിച്ചത്, എവിടൊക്കെ വിതരണം ചെയ്യാനാണ്, ഏതൊക്കെ കുട്ടികൾ, ഏതൊക്കെ വിദ്യാലയങ്ങൾ, എവിടെയൊക്കെ ലക്ഷ്യം വെച്ചാണ് ഇവർ എത്തിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇനിയിപ്പോൾ വ്യക്തമാവുകയാണ്. എന്തായാലും സമീപകാലത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു രാസലഹരി വേട്ടയാണ് ഇപ്പോൾ കോഴിക്കോട് നടന്നിട്ടുള്ളത്.